ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വൈകുന്നേരത്തെ ഒരു വ്ളോഗ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഒരു വീഡിയോ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ എന്നും എത്തണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഉണ്ട്. കാരണം വേറെ നമ്മുടെ സാഹചര്യം അങ്ങനെയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും മോശമായിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ നിന്ന് എങ്ങനെയൊക്കെ മെച്ചപ്പെടാമെന്നുള്ള പുതിയ കണ്ടുപിടുത്തത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഒന്ന് ഞാൻ വൈകുന്നേരം എന്താണ് ഫുഡ്, ചോറ് ഇപ്പോൾ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ചോറ് വെച്ചാൽ ചിലപ്പോൾ വേസ്റ്റ് ആവും, രാവിലെ ആകുമ്പോഴത്തേക്കും ചീത്തയാവും. കാരണം നമ്മുടെ ചൂടിപ്പോൾ അങ്ങനത്തെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ചപ്പാത്തിയും കറിയും ഉള്ളിക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അമ്മ മാവൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട്. സഹായത്തിന് പുതിയൊരാളുണ്ട്. ആരാന്നല്ല, എൻ്റെ മാമൻ്റെ മോനാട്ടോ. വെക്കേഷനായത് തന്നെ കുറച്ച് ദിവസം എൻ്റെ ഒപ്പം നിൽക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ അവൻ എല്ലാ വെക്കേഷനും വരാറില്ലെങ്കിൽ അവന് പറ്റുന്ന വെക്കേഷനൊക്കെ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ ഉള്ളിക്കറിക്കുള്ള സവാളയൊക്കെ അരിയുണ്ട്. അമ്മ മാവ് കുഴച്ച് വെച്ചിട്ട് പോയി. ഇനി ആങ്ങളെയും പെങ്ങളും എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്ക് റെസ്റ്റ് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കാം. അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ മാവിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ അവന് വീഡിയോയിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞ ഓരോ പോസാണ്. അവനിഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ളവരെ പിന്നെ നമ്മൾ ഇതാക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോയിൽ വരുന്നതും സംസാരിക്കുന്നതൊക്കെ. ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് അവനറിയാം. കാരണം അവനൊന്നും വായിട്ടടിക്കാൻ വന്നില്ല ഇന്ന്. അല്ലെങ്കിൽ അവൻ്റെ ആലുവ ഭാഷയിൽ എൻ്റെ വർത്താനൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേനെ. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ളിക്കറിയൊക്കെ ഉണ്ടാകില്ല. ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല, എന്നാലും ഒന്ന് കണ്ടുതരല്ലേ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും വലിയ കുഴപ്പങ്ങളില്ലാതെ പോവുമായിരുന്നു. എന്നാൽ ലൈഫല്ലേ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെയൊക്കെ ഓവർകം ചെയ്ത് വരികയാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇന്ന് ഡെയിലി വീഡിയോ ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം എനിക്കിപ്പോൾ ഫോണില്ല എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയത് കാരണം അത് നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഏട്ടന് കൊടുത്തു. അപ്പോൾ ഞാൻ അമ്മയുടെ ഫോണിലാണ് എടുക്കുന്നതൊക്കെ. അമ്മ വീട്ടിലുള്ള സമയത്താണ് എനിക്ക് കൂടുതൽ ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ പറ്റണതും. പിന്നെ ഉണ്ണിയുടെ കാര്യങ്ങളും, അവൾക്കാണെങ്കിൽ കുറച്ച് വാശിയൊക്കെ കൂടുതലാണ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ്. പിന്നെ നമ്മുടെ സാഹചര്യം എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു മെനക്കെട്ടൊരവസ്ഥ എന്നൊക്കെ പറയാം. ലൈഫിൽ ഇഷ്ടപ്പെടാത്ത കുറേ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോണത്. ആരോടും ഒന്നും തുറന്നു പറയാനും പറ്റില്ല. നമ്മുടെ ഹെൽത്ത് പരം മെൻ്റലിയൊക്കെ നമ്മൾ ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം എൻ്റെ വീട്ടുകാർക്ക്. ഇപ്പോൾ കുട്ടിയുള്ള കാരണം എനിക്കൊന്നും പുറത്തിറങ്ങി ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരവസ്ഥയാണ്. എന്നെ തന്നെ എനിക്ക് ദേഷ്യം വരുന്ന ചില സന്ദർഭങ്ങളാണ് ഇപ്പോൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നൊക്കെ ഓവർകം ചെയ്യാൻ ദൈവം എനിക്ക് അതിനുള്ളൊരു ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്താ എൻ്റെ ലൈഫിൽ പറ്റിയെന്നൊക്കെ ഞാൻ പറയാം. നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതൽ തളർത്തണതല്ലേ. നമുക്കിപ്പോൾ പൈസയുടെ ആയാലോ അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നമായാലും നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഹെൽത്ത് നോക്കുക, നമ്മുടെ മൈൻഡ് അതിൻ്റെ ഒപ്പം സെറ്റായില്ലെങ്കിൽ നമ്മുടെ ലൈഫെല്ലാം പോയി ഒരവസ്ഥയാണ്. അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതും എല്ലാം ഫാമിലി സപ്പോർട്ടാണെങ്കിലും ചില സമയത്ത് നമുക്ക് എടുക്കാൻ സാഹചര്യം ഒത്തുവരില്ല. ഈ പറഞ്ഞ പോലെ ഫോണിൻ്റെ പ്രശ്നം, രണ്ടുപേർക്കും ഫോൺ വേണം. ഒരു ഫോണാണുള്ളൂ. അപ്പോൾ അതൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇതിപ്പോൾ വീഡിയോ എടുത്തു തരുന്ന എൻ്റെ അനിയനാട്ടോ. അവൻ്റെ ഒരു അപ്പുവാണ്. അതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്കാവാൻ മെയിൻ കാരണം. അവനിട്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ആൾ. സൈലൻ്റായിട്ട് ആളെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മാവ് ഇപ്പോൾ അവന് ഉരുട്ടി ഇങ്ങനെ വെക്കണം, ഉണ്ട വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി കയ്യഴുകി വന്നിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ അത് ഉരുട്ടാമെന്ന് വിചാരിച്ചു. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറൈറ്റി ഡിഷസ് എൻ്റെ ഒരു
ഷവർമ ഉണ്ടായിരുന്നു, ചപ്പാത്തി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനിയിപ്പോൾ ഇടാം കേട്ടോ. ഏട്ടനും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കനും മീനൊന്നും പൊതുവേ കഴിക്കാത്ത ആളാണ്. പക്ഷെ അവനടക്കം ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് കേട്ടോ. ശരിക്കും കടയിൽ നമ്മൾ കുബൂസിൽ കഴിക്കുന്ന ഷവർമയില്ലേ, അതന്നെ സംഭവം ഉണ്ടായിരുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറി ആവുന്ന സമയത്ത് വേഗം ചപ്പാത്തി പരത്തിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിനിപ്പോൾ വേറെ സമയം കഴിയണ്ടല്ലോ. ചിലർ എല്ലാം പരത്തി വെച്ചിട്ടാണ് ചുട്ടെടുക്കുക, ചിലർ അപ്പം ചുട്ടെടുക്കും. അതൊക്കെ അവനവൻ്റെ രീതിക്കാണ് ചെയ്യല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ടാക്കിയെടുക്കണം. ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചപ്പാത്തി. അമ്മ മാവ് കുഴച്ചുകൊണ്ടോന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി കഴിക്കാൻ. അങ്ങനെ നമ്മുടെ പൂരങ്ങളൊക്കെ അവസാനിച്ചു. ഇനി പൂരത്തിൻ്റെ തിരക്കൊന്നുമില്ല നമുക്ക്. അല്ലെങ്കിലും പൊതുവെ അമ്പലപ്പരിപാടിക്കൊന്നും പോവാൻ എനിക്ക് താല്പര്യമാണ്. പക്ഷേ എൻ്റെ പാർട്ട്ണറായി വന്ന ആൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഏട്ടന് അങ്ങനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഏട്ടൻ്റെ മൂഡ് പോലെ ഇരിക്കും. ആൾക്ക് അങ്ങനെയൊന്നും പോകണം ഭയങ്കര വലിയ താല്പര്യമൊന്നുമില്ല. ഹാപ്പി മൈൻഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കഷ്ടകാല സമയം തോന്നുന്നു. കുറേ നാളായി കഷ്ടകാലം കൂടിയിട്ട്. എന്നാണാവോ തീരെ. അതർവൈസ് അതൊക്കെ മാറുമായിരിക്കും. അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഇട്ടിടാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ഞാൻ എന്നും പറയുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പറയാറില്ല. അതുകൊണ്ടാണ് തോന്നുന്നു സബ്ബൊന്നും കയറാനില്ല. അങ്ങനെ തന്നെ നിൽക്കുക. 400 സംതിങ് തന്നെ നിൽക്കുകയാണ്. അപ്പം ചപ്പാത്തി ചുടുന്നു. ഇതിൻ്റെ അപ്പം സ്വത്തുവിനെ കാണില്ലല്ലേ. സ്വത്തുവിൻ്റെ അച്ഛയും കൂടി പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അതാണ് അവർ കാണാത്തത്. സ്വത്തില്ലാത്ത സമയത്താണ് ഇങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്വൈര്യമായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവൾക്കിപ്പോൾ ഭയങ്കര വാശി ചെയ്താണ്. എപ്പോഴും അവൾ എടുത്തോണ്ട് നടക്കണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് പുള്ളിക്കാരത്തേക്ക്. നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇടയിൽ കയറി ഇലങ്കൂലിടുക, അതൊക്കെ പിള്ളേരുടെ സ്വഭാവമാണല്ലോ. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സ്വത്ത് വന്ന് ഞങ്ങളിപ്പോൾ കിടക്കാറ് നമ്മളാട്ടോ സ്വത്തുവിന് മേല് ഒഴിപ്പിക്കലൊക്കെ. കാരണം ഭയങ്കര ചൂടാണ്. സ്വത്തുവിനാണെങ്കിൽ ചൂടും തീരെ പറ്റില്ല. അതാ സ്വത്ത് വരണം കേട്ടോ. സ്വത്തുവിൻ്റെ അച്ഛടൊപ്പം പോയി വരും കേട്ടോ. സ്വത്ത് പച്ച ബൈക്ക് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പുള്ളിക്കാരത്തേക്കും പോകണം, ആ ഒരു മൈൻഡാണ്. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ വേഗം അവർ വരാറാകുമ്പോഴത്തേക്കും ഞാൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ഇല്ല, അവിടെ കിടക്കുന്ന പൊടികളൊക്കെ അമ്മ ഇങ്ങനെ നന്നായി പൊടി തട്ടി കളയും കേട്ടോ. ഇങ്ങോട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റുള്ളൂ. ആ പൊടിയാണ് കേട്ടോ അതൊക്കെ. നന്നായി പൊടി തട്ടി കളഞ്ഞിട്ടാണ് അമ്മ എടുക്കുള്ളൂ. എണ്ണയൊന്നും തീരെ ഉപയോഗിക്കില്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. ചിലർ ചപ്പാത്തിയിൽ എണ്ണ മുക്കിയിട്ട് ഉണ്ടാക്കുക, നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ ബിഗ് ബോസൊക്കെ കാണും കേട്ടോ. അതിൻ്റെ എഡിറ്റാണ്. എത്ര കുറ്റം പറഞ്ഞാലും നമ്മൾ ആ വൈകുന്നേരം സമയമാകുമ്പോൾ കാണിരുന്നു എല്ലാവരും ഇരുന്ന് കാണട്ടെ, ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷം. നെക്സ്റ്റ് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ ചിൽഡ്രൻ, ടേക്ക് കെയർ.